ഇവന്മാരൊന്നും വിളിച്ചാലും എടുക്കത്തില്ല. എവിടെ പോയി തൊലഞ്ഞിരിക്കുമെന്ന് ആർക്കറിയാം. ഒരു പണി ഏൽപ്പിച്ച മര്യാദയ്ക്ക് ചെയ്യത്തുമില്ല. ഹലോ സാർ. നീയൊക്കെ 6:16 പോയി കിടക്കുമായിരുന്നടാ. ഫോൺ വിളിച്ചാലും എടുക്കത്തില്ല. നിന്നെയൊക്കെ തീറ്റിപ്പോറ്റുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അത് സാർ, പിള്ളേരുമായിട്ട് ചെറിയൊരു പാർട്ടി. അവൻ്റെയൊക്കെ ഒരു പാർട്ടി. ആ ശങ്കർ മഹാദേവനാണെങ്കിൽ എൻ്റെ തലയ്ക്ക് മീതെ വളർന്നുകൊണ്ടിരിക്കുക. നിനക്കൊക്കെ അയാളുടെ മകൻ്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റിയോ? അയാളുടെ മകനാണ് അയാളുടെ ശക്തി. ആ മകൻ എന്തെങ്കിലും പറ്റിയാൽ അയാൾ വീണോളൂ. അത് സാർ, ആ ചെറുക്കൻ്റെ പുറകിൽ എപ്പോഴും കുറെ ബോഡി ഗാർഡ്സ് ഉണ്ട്. അതും ആ ചെറുക്കൻ പോലും അറിയാതെ ആ തന്ത സെറ്റ് ചെയ്തിരിക്കുന്നതാ. ആ ചെറുക്കൻ അറിഞ്ഞാൽ അതിനൊന്നും സമ്മതിക്കില്ല. പിന്നെ ആ ചെറുക്കനും അത്ര നിസ്സാരക്കാരനൊന്നും അല്ല കണ്ടിട്ട്. നിന്നോട് അയാളുടെ മകൻ്റെ ധീരത വാഴ്ത്തിപ്പാടാനല്ല പറഞ്ഞത്. എങ്ങനെയെങ്കിലും അവനെ തീർക്കാൻ നോക്കാനാണ് പറഞ്ഞത്. 6 മാസം കഴിഞ്ഞ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടിയും നടക്കില്ല. അതിനു മുമ്പ് പറ്റിയൊരവസരം നോക്കി അവനെ അങ്ങ് തീർത്തേക്ക്. ഓക്കെ സാർ. അബിയുടെ കാര്യത്തിൽ ഇനി എന്താ ചെയ്യണ്ടേന്ന് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. മനസ്സാകെ കൈവിട്ടു പോണ പോലെ. എനിക്കൊരു വഴി കാട്ടിത്തരണേ ഗോഡ്. മോനെ സൂര്യ, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? അതും ഈ തണുപ്പത്ത്? അത് ഡാഡ്, വെറുതെ ഇവിടെ വന്ന് നിൽക്കാൻ നല്ല രസമാണ്. മനസ്സിന് നല്ല സമാധാനം കിട്ടും. എൻ്റെ കുഞ്ഞിനെന്താ ഇത്ര സമാധാനക്കേട്? അത് ഈ ഡാഡുള്ളപ്പോൾ. മോനെ ആവശ്യപ്പെട്ട ഈ ഭൂമിക്ക് കീഴിലുള്ളത് എന്തും ഡാഡ് കൊണ്ടുതരും. ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റെ മോൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. ഇനി പറ, എന്താ കുഞ്ഞിന് പറ്റിയത്? ഒന്നുമില്ല ഡാഡ്, ഞാൻ ഓക്കെയാണ്. അല്ല, എന്തോ പ്രശ്നമുണ്ട്. ഞാൻ 2-3 ദിവസമായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡാഡിനോട് പറ മോനെ. ഡാഡ്, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡാഡിനോട് പറയാതിരിക്കുമോ? ഓക്കെ. പിന്നെ മോൻ്റെ 2 വാലുകളുണ്ടായിരുന്നല്ലോ, ആ അഖിലും നിഖിലും. അവന്മാരിപ്പോൾ കുറേ ദിവസമായാലും ഇങ്ങോട്ട് കണ്ടിട്ട്. എന്തു പറ്റി? അത് പപ്പ ഇപ്പോൾ എക്സാമൊക്കെ തുടങ്ങാൻ പോവല്ലേ, അതാ അവന്മാർ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും വരാത്തെ. പപ്പ അവരെ കാണാത്തോണ്ട് ചോദിച്ചാ. അല്ലെങ്കിൽ ഫുൾ ടൈം അവന്മാർ ഇവിടെ തന്നെ അല്ലായിരുന്നു. അതാ. എന്തായാലും അവരെ തിരക്കിയെന്ന് പറഞ്ഞേക്ക് കേട്ടോ. ആണ്, പറയാം. എന്നാ വാ, താഴേക്ക് പോവാം. ഇവിടെ നിന്ന് അധികം മഞ്ഞുള്ളണ്ട. വാ. ദൈവമേ, സൂര്യ എന്ത് നോട്ടവേ നോക്കുന്ന അബീനെ. അബിവെല്ലാം കണ്ടാൽ പിന്നെ അത് മതി അടുത്ത വഴക്കിന്. ഇവരെ കിട്ടിയതൊന്നും പോരെ. ഇവനെ തന്നെയല്ലേ ഇന്നലെ അബി അത്രയും മോശമായ രീതിയിൽ ചീത്ത പറഞ്ഞു വിട്ടത്. എന്നിട്ട് അപ്പം കരഞ്ഞുകൊണ്ട് പോയിട്ട് ഇപ്പോൾ ഒരു കൂസലില്ലാതെ വന്ന് വായി നോക്കുന്നു. ഇവന് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു സാധനം ഇല്ലേ? പ്രേമമല്ലേ, പ്രേമത്തിൻ്റെ മുന്നിൽ എന്ത് സെൽഫ് റെസ്പെക്റ്റ്? എന്താ, എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. നീ എഴുതിക്കോ. എവിടെയും നോക്കാതെ ബുക്ക് നോക്കി തന്നെ എഴുതിക്കോ കേട്ടോ. അതെന്താ? അത് ദൈവമേ, അവൻ വീണ്ടും ഇങ്ങോട്ട് തന്നെയാണോ നോക്കുന്നത്? ഓ പട്ടി, ഉണ്ടക്കണ്ണും തള്ളി ഇങ്ങോട്ട് തന്നെയാണല്ലോ നോക്കുന്നത്. അവൻ വല്ലതും കണ്ട? നീള അബി, അത് വേറൊന്നും കൊണ്ടല്ല. നീ ബുക്കിൽ നോക്കി എഴുതാതെ വേറെ വല്ലയിടത്ത് നോക്കി എഴുതാതെ തെറ്റിപ്പോകത്തില്ലേ? അതാ ഞാൻ പറഞ്ഞേ. ഇത് പറയാൻ വേണ്ടിയാണോ നിനക്ക് ഇത്രയും നേരം? അത് എൻ്റെ തൊണ്ടയ്ക്ക് വയ്യ, കിച്ച് അതാ. എന്നിട്ട് രാവിലെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അത് എനിക്ക് പെട്ടെന്നായിരുന്നു. നിനക്ക് എന്തൊക്കെ അറിയണം? നീ ആ പെൻഡിങ് നോട്ടൊക്കെ ഇരുന്ന് എഴുതാൻ നോക്കൂ, സാറിപ്പോൾ വരും. കണ്ടു. ഞാനൊന്നും അറിയാൻ നോക്കിയില്ല. ഇതൊന്ന് നോക്കി കൊല്ലു. ഒന്ന് നോക്കിയെന്നും പറഞ്ഞാണ് ഇത്ര ദേഷ്യപ്പെടുന്നത്. ഇതിതുവരെ കഴിഞ്ഞില്ലേ? എനിക്കും എഴുതാനുണ്ട്. ഞാനും എഴുതാൻ പോവാം. എൻ്റെ അമ്മേ, ഇതിന് കണ്ണും കഴിക്കത്തില്ലേ?
സൂര്യ. ആ ആ, എന്താ? ആ അത് സൂര്യ, ജേക്കബ് സാറ് പറഞ്ഞു സൂര്യ ഞങ്ങളുടെ ഗ്രൂപ്പിലാണെന്ന്. അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യണം? അതൊന്നുമില്ല, പ്രൊജക്റ്റ് ചെയ്യണ്ടേ, അപ്പം അത് ഡിസ്കസ് ചെയ്യാൻ വിളിക്കാൻ വന്നയാ. എന്തിന്? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഡിസ്കസൊക്കെ നിങ്ങളങ്ങ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ തന്നെ പ്രൊജക്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് എനിക്കും കൂടെ വേണ്ടിയിട്ട് ഒരെണ്ണം എഴുതി സബ്മിറ്റ് ചെയ്തേക്ക്, കേട്ടോ? എന്താ പറഞ്ഞത് കേട്ടില്ലേ? ഇവിടെ വായും പൊളിച്ച് നിൽക്കാതെ പ്രൊജക്റ്റ് പോയി പ്രിപ്പയർ ചെയ്യാൻ നോക്കൂ വെച്ചേ. ഓ, നല്ല ദേഷ്യത്തിലാണല്ലോ. നിന്റെ ദേഷ്യം പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ട അബീനി? സൂര്യ. ആ ആ, ഇനി നിനക്കെന്താ? അത് സൂര്യ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേരാവോ? ഇവളുമാർക്കൊന്നും വേറെ പണിയില്ലേ? ഓ, ഇവറ്റകളെ കൊണ്ട് ശല്യമായാലും. എൻ്റെ പൊന്നു കൊച്ചേ, ഒരെണ്ണം വന്നിപ്പോൾ ചേർത്തിട്ട് പോയതേ ഉള്ളൂ. ഇനി നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നീയും കൂടെ എനിക്ക് വേണ്ടി ഒരു പ്രൊജക്റ്റ് എഴുതി അങ്ങ് സബ്മിറ്റ് ചെയ്യ്. എന്താ ഇപ്പം ഹാപ്പി ആയില്ലേ? എന്നാ വിട്ടോ. എന്താ ഇപ്പൊ ഉണ്ടായി? സൂര്യ, അവിടെ നിന്നേ. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ചിരിക്കുന്നോ? എന്താ കാര്യം? അത് ഹബി ഇന്ന് ക്ലാസ്സിൽ വെച്ച് എന്നെ കുറേ വട്ടം നോക്കി. ആണോ? ശരിക്കും? എങ്ങനെയാ നോക്കിയേ? റൊമാൻറ്റിക് ആയിട്ടാണോ? അല്ല, ദേഷ്യത്തിൽ. ദേഷ്യത്തിൽ നോക്കിയാനാണോ നീ ഇത്ര കിടന്ന് സന്തോഷിക്കുന്നത്? ദേഷ്യത്തിലാണെങ്കിലും അവനെന്നെ നോക്കിയല്ലോ, 3-4 വട്ടം നോക്കി. കൊള്ളാടോ കൊള്ളാം. ഒരാൾ ദേഷ്യത്തിൽ നോക്കിയെന്നും പറഞ്ഞ് ഇത്ര സന്തോഷിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ പോവാ, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. എനിക്ക് കുറച്ച് പണിയുണ്ട്, നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം. ഇവൻ്റെ ഒരു കാര്യം, ചില സമയത്ത് കൊച്ചു കുട്ടികളെപ്പോലെ പാവം. അബി, നിൻ്റെ ഈ ഇരുത്തം കാണാനാണോ നീ എന്നെ ക്യാൻറ്റീനിലേക്ക് വിളിച്ചോണ്ട് വന്നത്? എന്താ അബി, എന്താ നിൻ്റെ പ്രശ്നം? അത് നീള, ഞാൻ ക്ലാസ് മാറിയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു. ഇത് പറയാനാ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അബി, നീ എന്താ പറയുന്നേ? ഇനി കുറച്ച് മാസം കൂടെ അല്ലേ ഉള്ളൂ. അതിൽ പിന്നെ പകുതിയും എക്സാമാണ്. നീ ഒന്ന് മനസ്സിലാക്ക്. അതെനിക്കറിയാം നീള, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. എൻ്റെ മൈൻഡ് മുഴുവൻ ഡിസ്റ്റർബ്ഡാണ്. ആ സൂര്യ, അവൻ എന്നെ ഓരോ ദിവസവും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നീള, ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഇങ്ങനെ പോയാൽ എൻ്റെ പഠിത്തം തന്നെ എനിക്ക് നിർത്തേണ്ടി വരും. ഹബി, ഞാൻ നിനക്ക് അത്രയ്ക്ക് ശല്യമാണോ? അത്രയ്ക്ക് ഞാൻ നിന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ? അബി, നീ എന്താ പറയുന്നത്? പഠിത്തം നിർത്താനോ? എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഈ പ്രഷർ താങ്ങാൻ. ഒരേ സമയം എൻ്റെ മനസ്സ് പറയുന്നു അവനെ സ്നേഹിക്കാനും അതുപോലെ തന്നെ വെറുക്കാനും. എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അവൻ്റെ ഓരോ നോട്ടത്തിലും ഞാൻ വീണു പോകുക നീള. അബി, നീ ഇങ്ങനെ കരയാതെ, എനിക്ക് മനസ്സിലാകും നിൻ്റെ അവസ്ഥ. പക്ഷേ നീ ഒന്ന് ക്ഷമിക്ക്. കാരണം എനിക്ക് കുറച്ച് നാളത്തേക്കും കൂടെ അല്ലേ ഉള്ളൂ. നിന്നെക്കൊണ്ട് പറ്റും. ഇതിൻ്റെ പേരിൽ നീ നിൻ്റെ കരിയറും കൂടെ നശിപ്പിക്കല്ലേടാ. പ്ലീസ് നീ ഒന്ന് ശ്രമിക്ക്. ശ്രമിക്കാന്നില്ല. ഒടുക്കത്തൊരു പ്രാക്ടീസ്. അത് സൂര്യല്ലേ? അവനെന്തിനാ കരഞ്ഞോണ്ട് പോണേ? സൂര്യ? നിഖിലേ? എന്താ സൂര്യ, നീ കരയാണോ? ഞാനോ? ഞാനെന്തിനാ കരയുന്നത്? എൻ്റെ കണ്ണിൽ പൊടി പോയതാ. എന്നാൽ ഞാൻ ചെല്ലട്ടെ ക്ലാസ്സിലേക്ക്. സൂര്യ നിക്ക്. ഇവൻ എന്തു പറ്റി പെട്ടെന്ന്?
അബി, എന്തു പറ്റി? നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നേ? അത് ഒന്നുമില്ല. ഒന്നുമില്ലാണ്ടാണോ ചുമ്മാ ചുമ്മാ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ കുറേ നേരമായിട്ട് ശ്രദ്ധിക്കുക. എന്താ കാര്യം? അത് സൂര്യ അവനിപ്പോൾ എന്നെ നോക്കുന്നില്ല. അത് നല്ല കാര്യമല്ല അബി. നീയും അത് തന്നെയല്ലേ ആഗ്രഹിച്ചേ? പിന്നെന്താ നിൻ്റെ പ്രശ്നം? അവൻ നിന്നെ നോക്കുന്നതോ അതോ നോക്കാത്തതോ? എനിക്കറിയില്ല. ഇതാ ഞാൻ പറഞ്ഞേ, എൻ്റെ മനസ്സെൻ്റെ നിയന്ത്രണത്തിലല്ല. അവൻ എന്നെ നോക്കുന്നതാണോ നോക്കാത്തതാണോ എൻ്റെ പ്രശ്നമൊന്നും പോലും എനിക്കറിയില്ല. ഇങ്ങനെ പോയാൽ എനിക്ക് വട്ട് പിടിക്കും. അബി, കൂൾ കൂൾ, പതുക്കെ. അവന്മാർ കേട്ടാൽ പിന്നെ പ്രശ്നമാവും. എനിക്ക് നിന്നെ മനസ്സിലാകാനായിട്ടല്ല അബി, എനിക്കറിയാം നിൻ്റെ സിറ്റുവേഷൻ. എന്നാലും നീ ഒന്ന് ക്ഷമിക്ക്. കുറച്ച് നാളത്തേക്കല്ലേ ഉള്ളൂ. കോളേജ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അബി, നിനക്ക് ഞാൻ ഇറിറ്റേറ്റ് ആണല്ലേ? ഞാൻ നിന്നെ നോക്കുന്നത് പോലും നിനക്ക് ഇഷ്ടമല്ലല്ലേ? പക്ഷെ എന്നെക്കൊണ്ട് നിന്നെ നോക്കാതിരിക്കാൻ പറ്റുന്നില്ല അബി. പക്ഷെ ഞാൻ മാക്സിമം ശ്രമിക്കും. ഞാൻ കാരണം നിനക്ക് ഇനി ഒന്ന് നഷ്ടപ്പെട്ടുകൂടാ. നിന്റെ പഠിത്തം കൂടെ ഞാൻ കാരണം ഇല്ല. അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇപ്പോൾ തനിക്ക് മനസ്സിലായോ? ഇതുപോലെ വേണം ഈ ലൈവ് വായിക്കാൻ, കേട്ടോ? മനസ്സിലായി. തനിക്ക് ഒന്നും കൂടെ ക്ലിയർ ആകാൻ വേണ്ടി ഞാൻ ഈ എഴുതി തരുന്ന നോട്ട് നോക്കി വായിച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് ആയിക്കോളും. അഖിലേട്ട, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കാര്യോ? എന്ത് കാര്യം? അതും എന്നോട്? അത് അഖിലേട്ട, എനിക്ക് അഖിലേട്ടനെ ഒത്തിരി ഇഷ്ടം. എടോ, എനിക്ക് തന്നോട് അങ്ങനൊന്നും. ഓ, ഇവിടെ നിൽപ്പുണ്ടായിരുന്നല്ലേ? ഇപ്പോൾ കാണിച്ചു തരാം. എനിക്കും തന്നോട് ഫീലിങ്സ് ഉണ്ടായിരുന്നടോ. ഞാനും ഇതെങ്ങനെ പറയുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കിഷ്ടമാണ്. ശരിക്കും? ഇഷ്ടമാണെന്നോ? എടോ കോണ്ടം പൂച്ചേ, തൻ്റെ മനസ്സിലൊരു ഇതായിരുന്നല്ലോ. തന്നെ ഞാനിത് കാണിച്ചു തരാടോ. തന്നെ ഞാനിത് കൊല്ലുള്ളൂ. എടി വിടടി വിടടി കാല്. എടി നീല, വിടടി വിടടി, വേദനിക്കുന്നത്. ഇല്ലടോ, തന്നെ ഞാൻ വിടത്തില്ല. തന്നെ കൊല്ലാതെ ഞാനൊന്ന് പോത്തില്ലടോ. തനിക്ക് വേറെ പെണ്ണിന് ഇഷ്ടമാണല്ലേ? തന്നെ കാണിച്ചു തരാടോ. നീ എന്താ വിളിച്ചേ? പെണ്ണുമ്പളായിരുന്നോ? അതും എൻ്റെ ഈ ഫേസ് നോക്കി? പെണ്ണുമ്പള നിന്റെ തൊള്ളയോടി കുരുട്ടടക്കെ. പിന്നെ ഈ പറയുന്ന ആള് ഭയങ്കര അമിതാഭ് ബച്ചനാണല്ലോ. എടിയിടി, നിർത്തിക്കോ. ഇനിയും നീ ഇവിടെ കിടന്ന് കുറച്ചാൽ ഈ ഞാൻ ആരാണെന്ന് നീ നന്നായിട്ട് അറിയും. നിനക്ക് പ്രേമിക്കാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ കിട്ടിയുള്ളോ? നിന്റെ ബോയ് ഫ്രണ്ടെന്നോ? അത് നീ മാത്രം അങ്ങ് പറഞ്ഞാൽ മതിയോ? എടോ, ഇവിടെ കിടിച്ചോണ്ടിരിക്കാതെ താൻ മാത്രം പറയടോ ഞാൻ തന്നെ ഗേൾ ഫ്രണ്ട് ആണെന്ന്. എടോ മീര, ഇതെൻ്റെ ഗേൾ ഫ്രണ്ടാ. സോറി തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതിന്. പിന്നെ അഖിലേട്ട, ഈ ജന്മം എനിക്ക് കിട്ടിയില്ലെങ്കിലും അടുത്ത ജന്മം എനിക്ക് തരുമോ? അതെ, മര്യാദയ്ക്ക് ഇവിടുന്ന് പോക്കോ, അല്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ടായിരിക്കും നിന്റെ ചാക്കാല അവളുടെ ഒരു അടുത്ത ജന്മം. ഓ, കിടന്ന് അലറണ്ട പെണ്ണുമ്പളെ, ഞാൻ പോകുക. ബൈ. ഓ, ഇവള് എന്താടോ കിണിക്കുന്നത്? തനിക്ക് ഞാൻ തരുന്നുണ്ട്. ഞാനുള്ളപ്പോൾ തനിക്ക് വേറെ പെണ്ണ് വേണോ അല്ലേ? കാരണം നിനക്കെന്നെ ഇപ്പോൾ വേണ്ടല്ലോ. അബിയുടെയും സൂര്യയുടെയും പ്രശ്നത്തിന് ശേഷം നീ എന്നോടൊന്നും മിണ്ടിയിട്ട് പോലും ഇല്ലല്ലോ. എന്നും പറഞ്ഞ് ഞാനൊന്നും മിണ്ടിയില്ലെന്നും പറഞ്ഞ് താൻ എന്നെ ഇട്ടിട്ട് വേറെ പെണ്ണിൻ്റെ പുറകെ പോവാണോ? അങ്ങനെ വല്ലതും താൻ പോയാൽ തന്നെയും കൊല്ലും, ഞാനും ചാകും. അത് വേണോ? നീ ചത്താ പോരെ, ഞാൻ ചാകണോ? താൻ എന്തോടെ പറഞ്ഞേ? അപ്പോൾ തനിക്ക് ഞാൻ ചാകണോ അല്ലേ? അതാണല്ലേ തൻ്റെ മനസ്സിരിപ്പ്? എൻ്റെ പെണ്ണെ, ഇത്രയും പൊസസീവും ജലസും ഉണ്ടായിട്ടാണോ നീ എന്നോട് ഇത്രയും ദിവസം മിണ്ടാതിരുന്നേ? അത് നിങ്ങളുടെ ഫ്രണ്ട് കാരണമല്ലേ എൻ്റെ ഫ്രണ്ടിന് അങ്ങനെയൊക്കെ ഉണ്ടായേ.
അതിൻ്റെ ദേഷ്യം കാരണോ ഞാൻ മിണ്ടാതിരുന്നേ, അല്ലാതെ ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ ഇഷ്ടമാണ് എങ്കിൽ എനിക്ക് ഒരെണ്ണം താ. എന്ത് തരാൻ? അതറിയില്ലേ? അറിയില്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ആവശ്യം എൻ്റെ ആണല്ലോ. ഒരു കിസ്. എത്ര നാളായെന്നറിയാവോ? കൊതിയായിട്ട് വയ്യ. കിസ്സൊന്നും തരാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ഒരു കടി തരാം. കടിയോ? ഓക്കെ. പക്ഷേ കടി ഞാൻ പറയുന്നിടത്ത് തരണം. ഓക്കെ ആണോ? അയ്യേ, വൃത്തികെട്ടോ, പോടാ. കടി തരാൻ വയ്യെങ്കിൽ വേണ്ട. ഞാൻ ചോദിച്ച സാധനം എന്താ? ഒരു ഉമ്മ താടി പ്ലീസ്. എനിക്കൊന്നും വയ്യ. വേണമെങ്കിൽ ഒരു ടൈറ്റായിട്ട് ഒരു ഹഗ് തരാം. ഹഗ്ഗൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഈ ചുണ്ടിലെ ഒരു ഉമ്മ മതി. ഹഗ്ഗില് അത് വേണോ? വേണം. അപ്പോൾ എങ്ങനെ? തന്നോട്ടെ. ആകെ വെറ്റായല്ലോ. ഇനിയിപ്പോൾ ഡ്രസ്സിങ് റൂമിൽ പോയി മാറാം. അബി, അവിടെ നിന്നേ. എന്താ ദീക്ഷിത്തെ? എടാ അബി, അത് ആർട്സ് ക്ലബിൻ്റെ ചെയർമാനല്ലേ ലിജോ, അവൻ പറഞ്ഞു നിനക്ക് പ്രോഗ്രാമിനിടാനുള്ള ഡ്രസ്സിങ് റൂമിൽ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊന്ന് ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാൻ. അവർക്കെന്തോ ഓൾട്രേഷന് കൊടുക്കാനാണെന്നാണ് പറഞ്ഞത് ഇന്ന്. ആണോ? എന്നാൽ ഞാൻ ഇപ്പം തന്നെ പോയിട്ട് നോക്കാം. എന്നാൽ ശരിയടാ. ആകെ നനഞ്ഞൊട്ടി. മാറാതെ രക്ഷയില്ല. സൂര്യ. അബി. 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 ഞാൻ എന്ത് ചെയ്തിട്ട് വന്നിരിക്കുന്നത്? അതും അവനെ. അബി. അബി പോകല്ലേ പ്ലീസ്, ഒന്ന് നിൽക്ക് പ്ലീസ്. അബി പ്ലീസ് ഒന്ന് നിൽക്ക്. സോറി അബി, അറിയാതെ പിടിച്ചതാ, സോറി. എന്താ വേണ്ടത്? എന്താ നിനക്ക് വേണ്ടത്? എന്താന്ന് വെച്ചാൽ പറഞ്ഞ് തോലയ്ക്ക്. അത് ആ കിസ്. എന്താ നിനക്ക് ഇനിയും വേണോ? അതിനാണോ എന്നെ തിരക്കി വന്നത്? എന്താ ഞാൻ കിസ്സിലങ്ങ് സുഖിച്ചു പോയോ? അബിനി എന്തൊക്കെയാണ് പറയുന്നത്? അതല്ല ആ കിസ്സിൻ്റെ അർത്ഥം. അതെന്താ അർത്ഥമോ? അത് വെറും കാമം. നീയും എന്നോട് മുന്നേ ഇതല്ലേ ചെയ്തിരുന്നേ? അപ്പോൾ നിനക്കെന്താ അർത്ഥമാണോ തോന്നിയിരുന്നത്, ആ അർത്ഥം തന്നെയാണ് ഇതിനും. പക്ഷേ അബി, നിന്റെ കിസ് എനിക്ക് വെറും കാമമായിട്ടല്ല ഫീൽ ചെയ്തത്. മറിച്ച് എന്താ സ്നേഹമായിട്ടാണോ ഫീൽ ചെയ്തത്? എന്നാൽ അത് നിൻ്റെ വെറും തോന്നൽ മാത്രമാണ്. നിന്നെപ്പോലൊരു വൃത്തികെട്ടവനെ സ്നേഹിക്കുന്നതിലും നല്ലത് പോയി ചാകുന്നതാ ഞാൻ. അബി പ്ലീസ്, ഇങ്ങനെയൊന്നും പറയരുത്. എനിക്ക് ശരിക്കും ഹേർട്ടാവുന്നുണ്ട്.
നിനക്കോ? നിന്റെ മനസ്സ് അതൊരു കല്ലല്ലേ, അതിനെങ്ങനെ ഹേർട്ടാവാനാ? അതൊക്കെ മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഫീലിങ്സ് അല്ലേ, അല്ലാതെ നിന്നെപ്പോലെ മൃഗങ്ങൾക്കുണ്ടാകുന്ന ഫീലിങ്സ് അല്ലല്ലോ. അബി പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്ക്. നീ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ശ്രമിക്ക് പ്ലീസ് അബി. നിനക്കെന്താ പറയാനുള്ളത്? ഇപ്പോൾ ഞാൻ തന്ന കിസ്സിനെ കുറിച്ചാണോ, അതോ നിനക്ക് ഇനിയും വേണോ? അത് തന്ന നീ എൻ്റെ മുന്നിൽ നിന്ന് പോവുമല്ലോ. വാട ഇങ്ങോട്ട്. അബി അബി പ്ലീസ് വേണ്ട അബി. അബി വീട് പ്ലീസ്, മോറങ്ങോട്ട്. അബി ഇത് സഹിക്കാന്നതിൽ കൂടുതലാ. ഇറ്റ്സ് ടു ഹേർട്ട്. എനിക്കിനി വയ്യ സഹിക്കാൻ. ഞാൻ പറയുന്നത് കേൾക്കാനല്ലേ നിന്നോട് ഞാൻ പറയുന്നുള്ളൂ. എനിക്കിതിനൊരു ട്രൂ ഫീലിങ്സ് അബി. എനിക്കിതിനെ ഇഷ്ടോ? അതും സൂര്യക്ക് അബിയോട്. എന്താ ഇപ്പം തന്ന കിസ്സിൻ്റെ നന്ദി സൂചകമായിട്ടാണോ? അതും എന്നെപ്പോലെ ഒരാളോട്. എന്നെപ്പോലെയുള്ളവരെയൊക്കെ നിനക്ക് വെറുപ്പല്ലായിരുന്നു, പിന്നെ ഈ ഇഷ്ടം എപ്പോൾ പൊട്ടി മുളച്ച്? അബി ഞാൻ പറഞ്ഞ സത്യ, എനിക്കിതിനെ ഇഷ്ടം, ഒത്തിരി ഇഷ്ടം അബി. ഓ ശരിക്കും? പക്ഷേ അങ്ങനൊന്നും സൂര്യക്ക് ഇഷ്ടം വരുന്നതല്ലല്ലോ. ചിലപ്പോൾ അന്ന് ഒരു 1 നൈറ്റ് എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തില്ലേ, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിലുണ്ടായതായിരിക്കും ഈ ഇഷ്ടം അല്ലേ? അപ്പോൾ എനിക്ക് നിൻ്റെ ശരീരത്തിനോട് മാത്രമാണ് ഇഷ്ടമെന്നാണോ നീ കരുതുന്ന അബി? എന്നെ നീ അങ്ങനെയാണോ കാണുന്നത്? അത് തന്നെയല്ലേ സത്യം. കാരണം നീ അന്ന് എന്നെ തൊട്ടത് എൻ്റെ സമ്മതത്തോടു കൂടിയായിരുന്നോ? അല്ലല്ലോ. അതോ എന്നോടുള്ള പ്രേമം മുത്തിട്ടായിരുന്നോ? ആണോ? അല്ലല്ലോ, വെറും ശരീരത്തിനോടുള്ള മോഹം കൊണ്ട് മാത്രം. അത് വെള്ളത്തിൻ്റെ പുറത്ത് പറ്റിപ്പോയതാ. പക്ഷേ ഇപ്പം ഞാൻ നിന്നെ അങ്ങനല്ല കാണുന്നത്. എനിക്ക് നിന്നെ സത്യമായിട്ട് ഇഷ്ടാബി. ഒന്ന് വിശ്വസിക്കണം പോലും. അന്ന് ഞാൻ എൻ്റെ ഫീലിങ്സ് ഇതുപോലെ നിന്നോട് പറഞ്ഞപ്പോൾ നീ അന്ന് എന്നെ വിശ്വസിച്ചോ? പിന്നെ ഇപ്പോൾ ഞാൻ എന്തിനു നിന്നെ വിശ്വസിക്കണം? ശരിയാ, ഞാൻ ചെയ്ത് തെറ്റാ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പം എന്നോട് ക്ഷമിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അത് നീ പറ. എന്ത് ചെയ്യണം ഞാൻ? നീ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. എൻ്റെ ജീവിതത്തിൽ നിന്നൊന്ന് ഒഴിഞ്ഞു പോയാൽ മാത്രം മതി. അതുമാത്രം പറയല്ല അബി. അത് എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ അതിനെ അത്രയ്ക്ക് സ്നേഹിച്ചു പോയ അബി. പ്ലീസ് അബി. എന്നാ ഒരു കാര്യം ചെയ്യാം. ഇന്ന് രാത്രി ഞാൻ നിന്നോട് കിടക്കാം, എല്ലാ അർത്ഥത്തിലും. അത് കഴിഞ്ഞാൽ നീ എന്നെ വിട്ട് പൊക്കോളൂ. എന്നാ വാ. അബി വീട്. നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം. വീടന്നെ മതി. എനിക്കിതിൽ കൂടുതൽ ഇനി സഹിക്കാൻ പറ്റില്ല. ഇത് തന്നെ എക്സ്ട്രീം ആബി. എനിക്ക് വയ്യ, മതി. ഞാൻ പൊക്കോളാം, നിന്നെ വിട്ട് ഞാൻ പൊക്കോളാം. സോറി സൂര്യ, ഞാൻ പറഞ്ഞത് കൂടിപ്പോയെന്ന് എനിക്കറിയാം. പക്ഷേ ഇതാ നല്ലത്. കാരണം നിനക്ക് എന്നോടുള്ള ഇഷ്ടം റിയൽ അല്ല സൂര്യ. അത് നിൻ്റെ റിഗ്രറ്റിൽ നിന്നുണ്ടായതാ. നീ എന്നോട് കാണിച്ച ഓരോ പ്രവർത്തികളിൽ നിന്നുണ്ടായതാ. അതിഷ്ടമല്ല, അത് വെറും സിമ്പതിയാ. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഇഷ്ടവും തീരും. അതുകൊണ്ട് ഇതാ നല്ലത്. എനിക്ക് അങ്ങനത്തെ ഇഷ്ടം വേണ്ട. സിമ്പതിയിലുള്ള ഇഷ്ടം എനിക്ക് വേണ്ട സൂര്യ. അവൻ എന്നെ വേണ്ടെന്ന്, എൻ്റെ സ്നേഹം സത്യമല്ലെന്ന്. അവൻ എന്നെ വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ എന്നെ? ഹലോ സാർ. എന്താടോ താൻ ഈ രാത്രി വിളിച്ചേ? എന്താ കാര്യം? അത് സാർ, ആ ശങ്കർ മഹാദേവന്റെ മകനില്ലേ സൂര്യ, അവനെ തക്കത്തിന് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ തീർത്തേക്കട്ടെ? ആണോ? പക്ഷേ സൂക്ഷിക്കണം. അവൻ്റെ കൂടെ ആ ബോഡി ഗാർഡ് ഉണ്ടാകാൻ നോക്കണം. എല്ലാം അതീവ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ.
പിടിക്കപ്പെട്ടാൽ അറിയാലോ. ശരി സാർ, നോക്കിക്കോളാം.